ഹലോ, മഴയൊക്കെ മാറിയില്ലേ? ഇന്നാണെങ്കിൽ ഒരു വിളവെടുപ്പ് നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയ്ക്ക് വലിയതില്ല, ചെറിയ മത്തനില പറിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. അത് മത്തനെ നല്ലതായിട്ട് ഇങ്ങനെ കായിട്ടിട്ടുണ്ട് കേട്ടോ. പൂവും കായൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ചീരയില പറിച്ചു, കുറച്ച് ചീരയില നിൽപ്പുണ്ട്, അതെല്ലാം പറിച്ചിട്ട്. പിന്നെ തക്കാളി ഒരെണ്ണം പഴുത്ത് നിൽപ്പുണ്ടായിരുന്നേ, ബാക്കി പച്ചയാണ്, അത് പറിച്ചില്ല കേട്ടോ. പിന്നെ പഴുത്ത് നിന്ന പച്ചമുളക് പറിച്ചു. പിന്നെ ഇങ്ങനെ നടന്നു വന്നപ്പോഴായി മത്തൻ കിടക്കുന്നുണ്ട്. ഒരു മത്തൻ ഞങ്ങൾ പറിച്ചായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഉണ്ടായത് പറിച്ചായിരുന്നു. ഇത് കണ്ടിട്ടില്ലായിരുന്നു, ഇതിങ്ങനെ കൂടെ കിടക്കുന്നതുകൊണ്ട് കണ്ടില്ല. പിന്നെ അതും പറിച്ചെടുത്ത് അടുത്തതിന് പോയി. മൂത്തതാണ് അല്ലേ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ നിറമൊക്കെ വന്നുകൊണ്ട് പിന്നെ ഞാനത് പറിച്ചു. പിന്നെ കാന്താരിയെ കുറച്ച് പഴുത്ത മുളകും മൂത്ത മുളകും നിൽപ്പുണ്ടായിരുന്നു, അത് പറിച്ചു. ഇഷ്ടംപോലെ കാന്താരി പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഴുക്കുന്നതൊക്കെ പറിച്ച് വെക്കും, ഉണക്കിയൊക്കെ വെക്കുവേ, പാവയ്ക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ കൂടെ ഇടാൻ. പിന്നെ കത്രിക്ക അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, 2-3 ഉണ്ടായിരുന്നു മൂത്തത്, ബാക്കിയെല്ലാം മൂത്ത് വരുന്നുള്ളായിരുന്നു. അതിങ്ങനെ പറിച്ച് വിട്ടു. ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ കേട്ടോ, ഇളം വെയിൽ, നല്ലൊരു പ്രകാശമൊക്കെ വന്നിട്ട്. അടുത്ത നടീലിന് വേണ്ടി കാത്തു നിൽക്കുന്ന മുളകൊക്കെയാണിത്. ഇനി പറിച്ച് മാറ്റി നടണം. മത്തനും ചീരയും ഇത്രയേ കിട്ടുകയുള്ളൂ. ഇന്നത്തെ ദിവസം ഇത് മതി കേട്ടോ, ആവശ്യത്തിന് അധികം ഉണ്ട്. ഇത് കൈയോടെ തന്നെ മുറിച്ചിട്ട് അപ്പുറത്തുള്ളവർക്കൊക്കെ പങ്ക് വെക്കാമെന്ന് വിചാരിച്ചേ. പക്ഷെ മുറിക്കാൻ നോക്കിയിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല, ഭയങ്കര കട്ടി. എന്നെക്കൊണ്ട് പറ്റുന്നതല്ല. ഒരു വിധം ഞാൻ ഉള്ള ബലം എല്ലാം ഇട്ട് മുറിച്ച് വട്ടത്തിന് ഞങ്ങൾ മുറിച്ച് വെച്ചു. പിന്നെ കണ്ടിച്ചിട്ട് പിളർന്ന് വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച്, സഹായത്തിന് അമ്മേനെ വിളിച്ചു. അമ്മയാണെങ്കിൽ വന്നിട്ട് കണ്ടിച്ച് ഒരു ഭാഗം താഴോട്ട് നിലത്തോട്ടും പോയി അമ്മ കണ്ടിച്ചപ്പോഴത്തേക്ക്. ഇതാണ് നമ്മൾ മത്തനെ നല്ല വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നല്ല ചുമ്മാ കണ്ടിച്ച് തിന്നാനൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.